വെരി ഗുഡ് മോർണിംഗ് എവറി വൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഡേറ്റാസ് കാര്യമായിട്ടുള്ള ഒരു എക്സ്ട്രീം ഡേറ്റാസ് ഒന്നുമില്ല. മാർക്കറ്റ് വളരെ ഫ്ലാറ്റായിട്ട് നിൽക്കുന്നു. നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് ചാർട്ടിലേക്ക് തന്നെ കിടക്കാം. ഒരുപാട് വലിയൊരു വീഡിയോ ആക്കാൻ എനിക്കും താല്പര്യമില്ല. മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇത് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ വന്ന് ഹിറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് അവിടെ തന്നെ നിൽക്കുന്നു. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു ഗ്യാപ്പ്, ഈ ഒരു കർവ് എന്ന് പറയുന്നത് മാർക്കറ്റ് കയറാനുള്ള ഒരു സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു ബെയറിഷ് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ട്രെൻഡ് ലൈന് ബുള്ളിഷ് ട്രെൻഡ് ലൈൻ ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തു മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിൻ്റെ അടുത്ത് വന്ന് 25-100 ഓൾമോസ്റ്റ് നമ്മൾ അതിൻ്റെ അടുത്ത് വരെ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു. 25-90 വരെ പോയിട്ടുണ്ടായിരുന്നത്. 10 പോയിൻ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിനെ നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലെ ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തു. ഇന്നലെ ഞാനൊരു CE പൊസിഷൻ കയ്യിലുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഇതിൻ്റെ അടുത്തെത്താറായപ്പോഴേക്കും ഒരു 80-70 എനിക്ക് ഓർമ്മയില്ല, എന്നാലും അതിനൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒറ്റ പൊസിഷനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതുപോലെ നിഫ്റ്റി ഇനി ട്രേഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഇവിടെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിരുന്നു, ഇതിൻ്റെ ഒരു ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു. ഇപ്പോൾ ഇൻസൈഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഒന്ന് ഈ ക്യാൻഡിലിൻ്റെ ലോ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ഹൈ ബ്രേക്ക് ചെയ്യപ്പെടുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അടുത്ത സെറ്റ് ഓഫ് റാലി എന്ന് പറയുന്നത് 25-100 to 25-240 താഴേക്കാണെന്നുണ്ടെങ്കിൽ 880-800 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 600 എന്നുള്ളൊരു ലെവലാണ്. അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാൻ മാർക്കറ്റിനകത്ത് ഇല്ല. മാർക്കറ്റ് ഇപ്പോൾ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് നമുക്ക് നോക്കാം. വളരെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രീമിയം കാര്യമായിട്ട് മുന്നേറ്റം തരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ട്. വളരെ സ്ലോ ആണ് പ്രീമിയം കയറുന്നതും ഇറങ്ങുന്നത് കുറച്ച് അഗ്രസീവാണ്. ഓക്കെ, അപ്പോൾ സ്കാൽപ്പ് ചെയ്യുന്ന പെട്ടെന്ന് ട്രേഡ് എടുത്ത് ഇറങ്ങിപ്പോകുന്ന ഒരാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്, അല്ലാത്ത ഒരാൾക്ക് ലാഭം അങ്ങനെ നിൽക്കുന്നില്ല. ഇന്നലെ ഞാൻ കണ്ടതാണ്. ഞാൻ പെട്ടെന്ന് ആ പൊസിഷൻ ഒഴിവാക്കി പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുമ്പോൾ പലർക്കും ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒരു ട്രേഡിൻ്റെ മേളിൽ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഒരു മൈൻഡ് കൊടുക്കുന്നതാണ്. അത് കയറും, കുറച്ചുകൂടെ വരും. പെട്ടെന്ന് ആ മൊമെൻറ്റം നോക്കി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ ട്രേഡിനെ വിട്ടേക്കുക, ആ മൊമെൻറ്റം വരുമ്പോൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പറയാൻ എളുപ്പമാണ്. ആ ചാർട്ട് നോക്കി നിൽക്കുമ്പോൾ അതിൽ കാണിച്ചു തരും, ആ ചാർട്ട് കാണിച്ചു തരും അതിൻ്റെ മൊമെൻറ്റം. അപ്പോൾ ഓരോ ട്രേഡും വ്യത്യസ്തമാണ്. അതിലങ്ങനെ ഒരു മൊമെൻറ്റം ഉണ്ടെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽ 25-100 മേളിലോട്ടുള്ള ഒരു 240 റേഞ്ച് താഴേക്ക് ഉള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഈ ഒരു റേഞ്ചിനെ കുറിച്ച് ഷോർട്ട് ചെയ്യാനൊന്നും പോകരുത്, നല്ല ഷോർട്ടിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും ആയിരിക്കത്തില്ല. സോ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ ക്രൂഡ് ഓയിൽ, ഓക്കെ ഒരു സെക്കൻഡ്, ക്രൂഡ് ഓയിൽ ആക്ച്വലി ഇന്നലെ നല്ലൊരു ട്രേഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് നല്ല വീഴ്ചയായിരുന്നു. കുറേ കാലമായിട്ട് നല്ല വീഴ്ചയായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു സൈഡ് ഉണ്ടായിരുന്നു, ഞാനത് എൻ്റെ പറയുന്നു പോയില്ല. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കി വെച്ചിരുന്നാൽ മതി. അടുത്ത് ഈ ഒരു ഏരിയയും നോക്കി വയ്ക്കുക. അത് എത്താൻ കുറച്ച് സമയം എടുക്കും. ഓക്കെ, അതാണ് എൻ്റെ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, 5660 വരെ, ഇപ്പോൾ ലോ 370 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഈ ഒരു ലൈനും കൂടെ ജസ്റ്റ് മാർക്ക് ചെയ്ത് വെച്ചോളുക. അപ്പോൾ ഇതിന് ശേഷം കയറിയാൽ ഈ ക്യാൻഡലിൻ്റെ ഹൈന് മേളിൽ കയറിയാൽ നമുക്ക് പെട്ടെന്നൊരു സ്കാൽപ്പിംഗ് ട്രേഡ് എടുക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട്. ഇത് മാർക്ക് ചെയ്ത് വയ്ക്കുക. ലോയും ഹൈയും അത്യാവശ്യം നല്ല ബോട്ടം ഔട്ട് ആയിട്ടുണ്ട്. ഇത് കാണുന്നുണ്ട്, ഇതൊരു പ്രീവിയസ് ഏരിയയാണ്. അപ്പോൾ അവിടെ വന്ന് ഹിറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റ് ചെറുതായിട്ട് ബൗൺസ് ചെയ്യുന്നു. ഈ ട്രെൻഡ് ലൈൻ അകത്ത് നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല. അതിനുശേഷം ഒന്നുകൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ട്രേഡ്, അപ്പോൾ അത് വേണമെങ്കിൽ, അത് ചെറുതല്ല ആക്ച്വലി വലിയ ട്രേഡ് തന്നെയാണ്. ഡേ ടൈം ഫ്രെയിമിൽ കിടക്കുന്നതുകൊണ്ട് അതങ്ങനെ ഫീൽ ചെയ്യുന്നതാണ്. അത്യാവശ്യം വലിയൊരു ടാർഗറ്റാണ് ആ കിടക്കുന്നത്. ഒന്നോ രണ്ടോ മൾട്ടിപ്പിൾ ട്രേഡ്സ് ആയിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഡേ ടൈം ഫ്രെയിം ആയതുകൊണ്ട് ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിനെ ചെറുതാക്കിയാൽ അത്യാവശ്യം വലിയ ഗ്യാപ്പാണ് അതെന്ന് പറയുന്നത്.
അത്യാവശ്യം ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരുപാട് മേളിലാണ് കിടക്കുന്നത്, ഓൾമോസ്റ്റ് 5600 വരെയൊക്കെ അതിന് മൂവ്മെൻ്റ് ഉണ്ട്. സോ ശ്രദ്ധിച്ച് അതിനെ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് രണ്ടുമാണ് അവിടെ പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് നീട്ടുന്നില്ല, 5 മിനിറ്റ് ആയിട്ടുണ്ട്. ട്രേഡ്സ് ശ്രദ്ധിച്ച് ചെയ്യുക. ഇന്ന് എക്സ്പയറി ആണ്, ഐ തിങ്ക് ഇന്ന് എക്സ്പയറി ആണ്. മാർക്കറ്റ് സൈഡ് വേസ് ഇന്നും ഇതുപോലെ ഒരു സൈഡ് വേസ് പിടിച്ച് പോകാനുള്ള സാധ്യതയാണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഒന്നുകിൽ 240 ഹിറ്റ് ചെയ്തേക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ 25,100 ഏറ്റവും നല്ല ഏരിയയാണ്. 25,100 to 24,880 എന്നുള്ള ഏരിയാസ് വളരെ നല്ലൊരു ഏരിയയാണ്. മാർക്കറ്റിന് ഒരു ദിവസം കൂടെ സൈഡ് വേസ് പോയാൽ ഓപ്ഷൻസ് എല്ലാവരും കാശ് കിട്ടും. അതിനുള്ള ഒരു സാധ്യതയാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ റിലയൻസ് 1420 മേളിലോ HDFC ബാങ്ക് 2000 മേളിലോ ഇന്ന് വന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എങ്ങാനും മൂവിങ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് 25,100 കാണിക്കുന്നത്. അതായത് സ്ലൈറ്റ് ഗ്യാപ്പ് അപ്പ്, അതിനെ തൽക്കാലം നോക്കണ്ട, ഈ ഒരു ഏരിയ ആണ് അത് കാണിക്കുന്നത് എങ്കിൽ ട്രെൻഡ് മേളിലേക്ക് വന്നേക്കാം. ഓപ്പൺ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ക്യാൻഡിൽസ് മേളിലോട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. ഇല്ല, അത് തിരിച്ച് വീണ്ടും ഈ ഒരു ഏരിയയിൽ തന്നെ വരുവാണെങ്കിൽ സൈഡ് വേസ് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.